ഒരു സുഹൃത്ത് അയച്ചു തന്ന കുറിപ്പാണ്. നമ്മളോളം നമ്മുടെ മക്കളെ നോക്കുന്ന മനുഷ്യർ ഏതെങ്കിലും ലോകത്തുണ്ടാവുമോ? എത്ര വയസ്സുവരെയാണ് നമ്മുടെ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കുട്ടിക്കാലം? ഇപ്പോൾ 20ഉം 25ഉം വയസ്സ് കടന്ന് അത് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്രയും മുതിർന്ന നമ്മുടെ മക്കളെ പിന്നെയും നാം പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ ഒട്ടും നല്ല നിലയിൽ ജീവിക്കാതെ. പ്ലാവില പെറുക്കാറായാൽ അത് ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ബാല്യം ജീവിച്ചവരാണ് നമ്മൾ. 10 വയസ്സാകുമ്പോഴേക്കും കുടുംബജോലികളിൽ അവരവരുടെ പങ്ക് നിർവഹിച്ചിരുന്നവരാണ് നമ്മൾ. ആ തലമുറയിൽപ്പെട്ട ഇപ്പോഴത്തെ അമ്മമാരും ഒക്കെയാണ് 20 വയസ്സുകാരൻ മകൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന കാരണത്താൽ തങ്ങളുടെ കൂട്ടുകാരികൾ പ്ലാൻ ചെയ്ത ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത്. മക്കളിൽ ഒരാൾ 10ാം ക്ലാസ്സിലെത്തിയാൽ നീണ്ട അവധിക്ക് അപേക്ഷിക്കുകയും ടിവിയും ഇന്റർനെറ്റും അടക്കം സകല വിനോദങ്ങളും റദ്ദ് ചെയ്ത് വീടിനെ മരണവീട് പോലെ ശോകമൂകമാക്കുകയും ചെയ്യുന്നതും ഇതേ അമ്മമാരാണ്. മകന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിനാൽ 5.5 വർഷം അവധിയെടുത്ത് കൂട്ടിരിക്കുന്ന ഒരു അമ്മയെപ്പറ്റി എനിക്കറിയാം. ഹോസ്റ്റലൊന്നും ശരിയാവില്ല, അവന് ഞാനില്ലാതെ പറ്റില്ല എന്നാണ് ആ അമ്മയുടെ യുക്തി. കുട്ടികളുടെ ജീവിതത്തിൽ തണലാവേണ്ടതില്ല എന്നല്ല, ഞാനും നിങ്ങളും കരിഞ്ഞുണങ്ങി പൊടിഞ്ഞു തീരും വരെ അവർക്കായി ഇങ്ങനെ വെയിലു കൊള്ളേണ്ടതുണ്ടോ എന്നതാണ് വിഷയം. സ്വയം തണൽ തേടാൻ അവർ പ്രാപ്തരായ ശേഷവും അവനവന്റെ ജീവിതം അങ്ങനെ ഒന്നും ആസ്വദിക്കാതെ ത്യജിക്കേണ്ടതുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഒരു പൊന്മാന് അല്പനേരം കൂടി അധികം മെനക്കെട്ടാൽ അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള മീനെ കൂടി പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കണ്ടിട്ടില്ലേ, അത് മീൻ പിടിക്കാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുകയാണ് ചെയ്യുക. മീൻ പിടിക്കാറായാൽ മക്കൾ സ്വയം മീൻ പിടിക്കട്ടെ എന്ന് പൊന്മാൻ പോലും വിചാരിക്കുന്നു. പറക്കാറായാൽ പക്ഷികൾ അവയുടെ കുഞ്ഞുങ്ങൾക്ക് ഇര തേടൽ നിർത്തുന്നു. പക്ഷെ നമ്മൾ മാത്രം പിന്നെയും മക്കളെ പോറ്റുകയാണ്. കോടിക്കണക്കായ ആളുകൾ ജീവിച്ചു മരിച്ചുപോയ ഒരിടമാണ് ഈ ഭൂമി. ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചവരുള്ള ഒരിടം. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക എന്നത് പ്രധാനമാണ്. മരങ്ങളിൽ വള്ളികൾക്കെന്നുള്ളതുപോലെയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകേണ്ടത്. അത് ഇത്തിക്കണ്ണികൾ എന്നതുപോലെയാവുമ്പോഴാണ് ആദ്യം നമ്മളും പിന്നാലെ നിർബന്ധമായി അവരും ഉണങ്ങിപ്പോകുന്നത്. മരിക്കുമ്പോ തിന്മകളിൽ നിന്ന് എന്ന പോലെ തന്നെ നന്മകളിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രനാകുന്നുണ്ട്. നിങ്ങളുടെ അപ്പൂപ്പന്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ നിങ്ങൾക്കറിയുവോ? ഇല്ല. 2 തലമുറകൾക്കപ്പുറം നമ്മളും അതുപോലെയാവും. പേരക്കിടാങ്ങൾ പോലും ഓർക്കാത്തവരായി. ഇനി അഥവാ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് അതുകൊണ്ട് എന്ത് ലാഭമാവുള്ളത്? അതുകൊണ്ട് അവനവന്റെ ജീവിതത്തെ പൂർണ്ണമായും ഉരുക്കിയൊഴിച്ച് അപരന്റെ ജീവിതത്തിൽ വെളിച്ചം പകരാതിരിക്കുക. അവനവനെ കൂടി ഇടയ്ക്കൊക്കെ പരിഗണിക്കണം. അവനവന്റെ ഇഷ്ടങ്ങൾക്ക് അപരന്റേതിനൊപ്പമെങ്കിലും പരിഗണന നൽകണം. 45 വയസ്സ് കഴിഞ്ഞ ഒരു മദാമ ഈയിടെ വയനാട്ടിൽ വന്നു. 50 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട 50 കാര്യങ്ങൾ എന്നൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതിലൊട്ടുമുക്കാലും അവർ ചെയ്തു തീർക്കുകയും ചെയ്തു. ആനപ്പുറത്ത് കയറുക എന്ന ബാക്കിയുള്ള ഒരു ഐറ്റം